നമ്മുടെ ഫസ്റ്റ് ഫുഡ് ബ്ലോഗാണ്. നോയമ്പായ കാരണേ നമ്മൾ തൽക്കാലം മുട്ടക്കറി അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ചിക്കൻ കറിയും ബീഫ് ഫ്രൈ ഒക്കെ ഇടുന്ന കടയാ, നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ. പക്ഷെ എന്താ ചെയ്യാ, പൊറോട്ട അടിച്ചിട്ടില്ലേ? പക്ഷെ നല്ല ചൂടുണ്ട്. നന്നായി. പൊറോട്ടയും മുട്ടക്കറി വെച്ചിട്ട് ഇത്ര എക്സ്പ്രഷൻ അല്ല, സാധാരണ ഒരു എന്താ പറയാ, വെറുതെ ഒരു ഉള്ളിക്കറി സെറ്റപ്പ് അല്ല. ഇത്തിരി സാമ്പാർ കേട്ടോ. പൊറോട്ടയും മുട്ടക്കറിനെക്കാളും എൻ്റെ ഫേവറേറ്റ് ശരിക്കും പൊറോട്ടയും സാമ്പാറാണ്. പക്ഷെ ആൾക്കാർക്ക് ചോദിച്ചാൽ തരാൻ ചെറിയ മടിയാണ്. ആ ഇനിയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചൂട് പൊറോട്ടയും ബീഫും തിന്നണതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിന് തരാൻ പറ്റില്ല. അതായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലേ? നമ്മളെ മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടേ ഈ മുട്ടക്കറിയിൽ ഇങ്ങനെ ഒഴിക്കണം. എന്നിട്ട് ആ ഉണ്ണിയുടെ ഫാറ്റും ആ മുട്ടക്കറിയും കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ എരിവുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉച്ചക്കലത്തെ അതുപോലെ ഈ പൊറോട്ട ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചായ നിർബന്ധമാണ്. അത് ഒരു ചായ വാങ്ങിച്ച് ഞങ്ങൾ 2 3 ഒക്കെ ഷെയർ ചെയ്ത് കുടിക്കും. എന്നാലും ചെറിയ ഒരു ചൂട് ചായ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമാണ് അങ്ങനെ ചായ കുടിക്കാൻ. അതിവിടെ ഇല്ല, ആ ചായ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമമാണ്. നിനക്ക് നോമ്പ് കൂടിയിട്ട് ആദ്യം എന്താ കഴിക്കണ്ടേ? നമുക്ക് നോമ്പ് കൂടിയിട്ട് ആദ്യം നമ്മുടെ സൂഫിയിലത്തെ നല്ല അൽഫാം മന്തി. ഹണി ഗ്ലേസ് അല്ല, ഈ നോർമൽ അൽഫാം മന്തി വേണം. അതിന് വരുന്ന അൽഫാമിൻ്റെ പീസൊക്കെ എടുത്ത് കുറച്ച് മയണൈസും കുറച്ച് റൈസൊക്കെ കൂട്ടി കുറച്ച് തിന്നുമ്പോട്ടില്ല. 50 ദിവസമാണ്. 50 ദിവസമായിട്ടില്ലേ ഞങ്ങളെ ഇസ്രാവാനിൻ്റെ ഒരു ഫസ്റ്റ് ഒരാഴ്ചയും കൂടി ഉണ്ട്. ഒരാഴ്ചയും കൂടി കാത്തിരിക്കണം. വെയിറ്റിങ്ങിലാണ്. കണ്ടാ, സിൻസ് 1942 മുതലുള്ള കടയാണത്. അതിൻ്റെ ഒരു നീ എത്ര കൊല്ലായി? ഞാൻ 2001. ഞാൻ സിൻസ് 2001. നമ്മുടെ ബില്ല് കടാ, ബില്ലും കൂടി കാണിച്ചോ. 95 രൂപ ഇച്ചിരി കൂടുതലാ. 95 രൂപ പൊറോട്ടയ്ക്ക് 14 രൂപ വെറുത്താ. 14 രൂപയ്ക്ക് നല്ല പൊറോട്ട, അത്യാവശ്യം നല്ല വലിപ്പമുള്ള. കൊള്ളാം. 14 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത പൊറോട്ട. എഗ് കറി 38 രൂപ, ചീപ്പാ. 40 രൂപ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. ബോയിൽഡ് എഗ് 9 രൂപ 50 പൈസ. അതൊക്കെ ബൈ.